ഒരു വാക്ക് നമ്മളത് പറയുന്നതിന് തൊട്ടു മുൻപ് അതെവിടെയായിരുന്നു? നമ്മുടെ ചിന്തകളിലാണെന്നായിരിക്കും നമ്മൾ കരുതുന്നത്, അല്ലേ? പക്ഷേ ആ ചിന്ത വരുന്നതിനു മുൻപോ വെറുമൊരു തോന്നൽ മാത്രമായിരുന്നപ്പോൾ, അല്ലെങ്കിൽ അതിനുമപ്പുറം ഒരു ശബ്ദവുമില്ലാത്ത പൂർണ്ണമായൊരു നിശബ്ദതയിൽ ഒരു സാധ്യതയായി മാത്രം ഒതുങ്ങിയിരുന്നപ്പോൾ, ശരിക്കും എവിടെ നിന്നാണ് ഒരു വാക്ക് അതിൻ്റെ യാത്ര തുടങ്ങുന്നത്? നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിനു പിന്നിലും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ഊർജ്ജമുണ്ട്. അപ്പോൾ ഒരു വാക്കിൻ്റെ ശക്തി അതിനർത്ഥത്തിൽ മാത്രമാണോ ഉള്ളത്? അതോ ആ വാക്കിനെ നമ്മളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ചിന്തകൾക്ക് മുൻപുള്ള ആ ഒരു ഉറവിടത്തിലാണോ അതിൻ്റെ യഥാർത്ഥ ശക്തി? നമുക്കൊന്ന് ഒരുമിച്ച് ആ രഹസ്യത്തിലേക്ക് സഞ്ചരിച്ചു നോക്കാം. പണ്ട് ഭാരതത്തില് നമ്മുടെ ഉള്ളിലുള്ള ഒന്നിനെ വാക്കുകളിലൂടെയും കലയിലൂടെയും പുറം ലോകത്തെത്തിക്കുന്ന ഈ പ്രക്രിയയെ ഒരു ദിവ്യശക്തിയായിട്ടാണ് കണ്ടിരുന്നത്. അതായത് അതൊരു സാധാരണ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, അതൊരു സൃഷ്ടിയാണ്. ഈ ശ്ലോകത്തിൽ പറയുന്നത് ആനന്ദത്തിൽ നിറഞ്ഞ ആ ഒരു സർഗാത്മക ശക്തിയെക്കുറിച്ചാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ പുരാതന സങ്കല്പമാണെന്ന് തോന്നാം. പക്ഷേ ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നോർത്തു നോക്കൂ, വിഷമിച്ചിരിക്കുന്ന ഒരു കൂട്ടുകാരനെ സമാധാനിപ്പിക്കാൻ നമ്മൾ ശരിയായ വാക്കുകൾക്കായി പരതുന്നത്, അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞൻ തന്റെ മനസ്സിൽ കേൾക്കുന്ന ഒരു ഈണം പിയാനോയിലൂടെ പുറം ലോകത്തെ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഒരു ചിത്രകാരൻ തന്റെ സ്വപ്നത്തിലെ നിറങ്ങളെ ക്യാൻവാസിലേക്ക് പകർത്തുന്നത്, ഇതെല്ലാം ഒരേ പ്രക്രിയയുടെ പല രൂപങ്ങളാണ്. ഉള്ളിലുള്ള ഒന്നിനെ പുറത്തുള്ള ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ളൊരു ശ്രമം. നമ്മുടെ ഉള്ളിലെ ലോകവും പുറം ലോകവും തമ്മിലുള്ള ഈ പാലത്തിന് പുരാതന ഭാരതീയ സങ്കല്പങ്ങളിൽ ഒരു പേരുണ്ട്: മാതംഗി. അവൾ വെറും സംസാരത്തിന്റെ ദേവതയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ നിശബ്ദമായ അറിവിനെ പൂർണ്ണമായി പ്രകടമാക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ശക്തിയാണ്. അതായത് നമ്മൾ പറയുന്ന ആ അവസാന വാക്കിന്റെ ശക്തി. ഈ ശക്തിയെ നമുക്ക് ശരിക്കൊന്നു മനസ്സിലാക്കണമെങ്കിൽ അറിവിന്റെ മറ്റൊരു രൂപത്തെക്കുറിച്ച് ചിന്തിക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സരസ്വതി ദേവിയെ ഓർക്കുന്നില്ലേ? സരസ്വതി ഒരു ശാന്തമായ നദി പോലെയാണ്. വളരെ ശുദ്ധവും ചിട്ടപ്പെടുത്തിയതും സമൂഹത്തിന് അംഗീകാരമുള്ളതുമായ അറിവിനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. വേദങ്ങളും ശാസ്ത്രങ്ങളും ചിട്ടപ്പെടുത്തിയ കലാരൂപങ്ങളുമെല്ലാം സരസ്വതിയുടെ ഭാവമാണ്. പക്ഷേ മാതംഗി അവൾ നേരെ തിരിച്ചാണ്. സരസ്വതി സംസ്കാരത്തെയും ഒരു ഓർഡറിനെയുമൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ മാതംഗി കാടിൻ്റെ ആ ഒരു വന്യതയാണ്, നിയമങ്ങൾക്കപ്പുറമുള്ള ജ്ഞാനമാണ്. ഒരാള് ശാന്തമായി ഒഴുകുന്ന പുഴയാണെങ്കിൽ മറ്റേയാൾ കൊടുങ്കാറ്റും പേമാരിയും ഇടിമുഴക്കുമാണ്. ഒന്ന് നമ്മൾ ഭംഗിയായി നോക്കി വളർത്തുന്ന ഒരു പൂന്തോട്ടം പോലെയാണെങ്കിൽ മറ്റൊന്നും മനുഷ്യൻ ഒരിക്കലും തൊടാത്ത, എന്തും സംഭവിക്കാവുന്ന നിഗൂഢതകൾ നിറഞ്ഞ ഒരു വനമാണ്. അവിടെ നിയമങ്ങളൊന്നുമില്ല, എന്തും എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ടാണ് മാതംഗിയെ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവളായി കണക്കാക്കുന്നത്. കാരണം അവൾ നിയമങ്ങൾ അനുസരിക്കുന്നില്ല. എന്നാൽ ഈ പുറന്തള്ളൽ ഒരു കുറവല്ല. സത്യം പറഞ്ഞാൽ അതാണ് അവളുടെ ഏറ്റവും വലിയ ശക്തി. കാരണം അവൾ പ്രതിനിധീകരിക്കുന്നത് പൊതുവായ നിയമങ്ങൾക്കും ചിട്ടകൾക്കും പിടികൊടുക്കാത്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഫിൽട്ടർ ചെയ്യാത്ത അറിവിനെയാണ്. സരസ്വതിയും മാതംഗിയും തമ്മിലുള്ള ഈ വ്യത്യാസം വെറും രണ്ട് ദേവതകൾ തമ്മിലുള്ളതല്ല. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ തന്നെ ഒരു മാപ്പാണ്. നമ്മുടെ ഉള്ളിൽ ഒരു വാക്ക് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണം. പണ്ടുള്ള തത്വചിന്തകൾ സംസാരത്തെ 4 ഘട്ടങ്ങളുള്ള ഒരു യാത്രയായാണ് വിവരിക്കുന്നത്. അപ്പോൾ ഈ യാത്രയ്ക്ക് 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് പര, അതായത് ശബ്ദത്തിൻ്റെ ഏറ്റവും നിഗൂഢമായ ഉറവിടം. ഒരു വാക്കുണ്ടാകാൻ ഒരു സാധ്യത മാത്രമുള്ള, ഒന്നും പ്രകടമാകാത്ത ആ ഒരു പൂർണ്ണ നിശബ്ദത. ഒരു മഹാസമുദ്രം പോലെയാണത്. പിന്നെ വരുന്നത് പശ്യന്തിയാണ്. ഇവിടെയാണ് ഒരാശയം ഒരു മിന്നായം പോലെ, അല്ലെങ്കിൽ ഒരു തിരമാല പോലെ ആദ്യമായിട്ട് രൂപപ്പെടുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് മധ്യമ. ആ ആശയം നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ചിന്തയായി, ഒരു വാക്കായി മാറുന്ന ഘട്ടം. അവസാനം 4ാമത്തെ സ്റ്റേജാണ് വൈഖരി. ഈ ഘട്ടത്തിലാണ് ആ വാക്ക് നമ്മുടെ നാവിലൂടെ പുറത്തുവന്ന് നമ്മളെല്ലാവരും കേൾക്കുന്നൊരു ശബ്ദമായി മാറുന്നത്. ഈ 4 ഘട്ടങ്ങളുള്ള യാത്രയുടെ ആ ഒരു പൂർത്തീകരണമാണ് മാതംഗി. പര എന്ന നിശബ്ദതയിൽ തുടങ്ങി വൈഖരി എന്ന പ്രകടമായ വാക്കിൽ അവസാനിക്കുന്ന ഈ പ്രക്രിയയുടെ മുഴുവൻ ശക്തിയും അവളാണ്. നമ്മുടെ ഉള്ളിലെ സത്യത്തെ പുറം ലോകത്തെ യാഥാർത്ഥ്യമാക്കുന്ന ആത്യന്തികമായ ശക്തി. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഒരു വാക്കിൻ്റെ യാത്രയിലെ ഏറ്റവും അവസാനത്തെ, ഏറ്റവും പ്രകടമായ രൂപത്തിൻ്റെ ശക്തിയെ എന്തിനാണ് അശുദ്ധിയുമായും സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടൊരവസ്ഥയുമായും ബന്ധപ്പെടുത്തുന്നത്? എന്തുകൊണ്ടായിരിക്കും സത്യം പറയുന്നവരെ സമൂഹം പലപ്പോഴും ഭയപ്പെടുന്നത്? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. പലപ്പോഴും ആഴത്തിലുള്ള സത്യങ്ങൾ വരുന്നത് പൊതുവായ ചിട്ടവട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അപ്പുറത്തു നിന്നാണ്. മാതംഗിയുടെ അശുദ്ധി എന്നത് യഥാർത്ഥത്തിൽ പരിമിതികളിൽ നിന്നുള്ള അവളുടെ സ്വാതന്ത്ര്യമാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ സമൂഹത്തിന്റെ നിയമങ്ങൾ പാലിക്കാനോ ഒന്നും അവൾ ശ്രമിക്കുന്നില്ല. അവൾ സത്യം എങ്ങനെയാണോ അതേപോലെ പറയുന്നു. നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൽ പല റോളുകൾ അഭിനയിക്കുന്നവരല്ലേ?
ഒരു മകനായി, ഒരു സുഹൃത്തായി, ഒരു ജീവനക്കാരനായി. ഈ റോളുകളെല്ലാം മാറ്റിവെച്ചാൽ, എല്ലാ സാമൂഹിക നിയമങ്ങളും നന്മതിന്മ സങ്കല്പങ്ങളും അങ്ങ് മാറ്റിവെച്ചാൽ, പിന്നെ അവശേഷിക്കുന്ന അടിസ്ഥാനപരമായ ആത്മാവിനെയാണ് മാതംഗി പ്രതിനിധീകരിക്കുന്നത്. ഈ ആത്മാവ് എല്ലാ നിയമങ്ങൾക്കും അതീതമാണ്. അതുകൊണ്ടുതന്നെയാണ് മാതംഗിയെ ഏറ്റവും വലിയ ഗുരു അല്ലെങ്കിൽ ഒരു ആത്മീയ അധ്യാപികയായി കണക്കാക്കുന്നത്. അവളുടെ പഠിപ്പിക്കലുകൾ പുസ്തകങ്ങളിലല്ല, മറിച്ച് ഫിൽട്ടർ ചെയ്യാത്ത നേരിട്ടുള്ള വാക്കുകളിലൂടെയാണ് നമ്മളിലേക്കെത്തുന്നത്. ആ വാക്കുകൾക്ക് നമ്മളെ തന്നെ മാറ്റാൻ കഴിയും. മാതംഗിയുടെ രൂപം തന്നെ ഒരു ഭാഷയാണ്. അവളുടെ ഓരോ പ്രതീകവും അവളുടെ ശക്തിയുടെ ഓരോ വശത്തെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവളുടെ രൂപത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ ശക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. അവളുടെ ഓരോ പ്രതീകവും ഓരോ കഥയാണ് പറയുന്നത്. ഇരുണ്ട മരതക പച്ച നിറം കാടിന്റെയും പ്രപഞ്ചത്തിന്റെയും ആഴത്തിലുള്ള അടിസ്ഥാനപരമായ അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്. കയ്യിലുള്ള വീണ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം തന്നെ ശബ്ദത്തിൽ നിന്നും പ്രകമ്പനത്തിൽ നിന്നുമാണ് ഉണ്ടായതെന്നാണ്. കൂടെയുള്ള തത്തയാകട്ടെ വെറുതെ അനുകരിക്കുന്നതിനെയല്ല, മറിച്ച് കേട്ടതിനെ സത്യസന്ധമായി ആവർത്തിക്കുന്നതിനെ, സംസാരത്തിന്റെ പൂർണ്ണതയെയാണ് പ്രതിനിധീകരിക്കുന്നത്. പിന്നെ വഴിയിലെ തടസ്സങ്ങൾ നീക്കുന്ന ഗണപതിയുമായുള്ള അവരുടെ ബന്ധം ഈ വന്യമായ ജ്ഞാനത്തിലേക്കുള്ള യാത്രയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിനെയാണ് കാണിക്കുന്നത്. ഇതാണ് മാതംഗി യന്ത്രം. അവളുടെ ദിവ്യമായ ഊർജത്തെ ജാമിതീയ രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒരു പ്രതീകം. ഇതിനെ ധ്യാനത്തിനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ രൂപങ്ങളുമായി ബന്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം. ശരീരത്തിൽ അവളുടെ സ്ഥാനം തൊണ്ടയിലെ വിശുദ്ധി ചക്രത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ നാവിൻ തുമ്പിൽ. അതായത് രുചിയും സംസാരവും ഒന്നിക്കുന്ന അതേ സ്ഥലത്ത്. നാം ഒരു കാര്യത്തിന്റെ സത്ത രുചിച്ചറിഞ്ഞതിന് ശേഷമാണ് അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നത് എന്നൊരു വലിയ സത്യം ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലേ? അനുഭവമില്ലാത്ത വാക്കുകൾക്ക് ഒരിക്കലും ആഴമുണ്ടാവില്ല. ഇത്രയും നേരം നമ്മൾ അറിവിനെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ മാതംഗിയുടെ ശക്തി വെറും ബൗദ്ധികമായ അറിവിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അതിന്റെ യഥാർത്ഥ സ്വഭാവം തികച്ചും വൈകാരികവും ഒരുതരം ആനന്ദവുമാണ്. ദിവ്യമായ വാക്ക് എപ്പോഴും ഗൗരവമുള്ള ഒന്നാകണമെന്നില്ല, മറിച്ചതൊരു വന്യമായ കളിയും ലഹരിയും നിറഞ്ഞ ഒരു പ്രവാഹമാണ്. അത് സൃഷ്ടിയുടെ അടങ്ങാത്ത ആനന്ദമാണ്. ഒരു കൊച്ചുകുട്ടി ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ, ഭൂതകാലത്തെക്കുറിച്ച് വിഷമിക്കാതെ ആ നിമിഷത്തിൽ പൂർണ്ണമായി മുഴുകി കളിക്കുന്നതുപോലെ ആത്മാവിഷ്കാരമെന്ന് പറയുന്നത് ഒരു കളിയാണ്, ഒരു ലഹരിയാണ്. ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു പാഠം ഇതാണ്. മാതംഗിയെക്കുറിച്ചുള്ള ഈ അറിവ് നമ്മുടെ സ്വന്തം ശബ്ദത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റാൻ സഹായിക്കും. നമ്മുടെ സംഭാഷണം എന്നത് മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ള ഒരു പ്രകടനം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ സത്യത്തെ ഭയമില്ലാതെ ആനന്ദത്തോടെ പ്രകടിപ്പിക്കാനുള്ളൊരു പ്രവൃത്തിയായി കാണാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ ഓരോ സംഭാഷണത്തെയും ഓരോ വാക്കിനെയും അത് ശരിയോ തെറ്റോ എന്ന് ഭയക്കാതെ ഈ ദിവ്യമായ ആനന്ദകരമായ വന്യമായ ശക്തിയെ പുറത്തെത്തിക്കാനുള്ള ഒരവസരമായി നമ്മൾ കണ്ടാൽ നമ്മുടെ ജീവിതം എത്രമാത്രം മാറും, നമ്മുടെ വാക്കുകൾക്ക് എത്രത്തോളം ജീവനുണ്ടാകും.